ഹലോ ഗൈസ്, വെൽക്കം ടു HEX. ഇന്നത്തെ ടോപ്പിക് എന്നത് അർഡിനോ പറ്റിയുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ അർഡിനോ ബോർഡിനെ പറ്റിയും അതുപോലെ അർഡിനോ IDE എന്ന സോഫ്റ്റ്വെയറിനെ പറ്റിയും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോഡിനെ പറ്റിയും ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതുപോലെ പ്രധാനമായും 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. ഒന്ന്, വാട്ട് ഈസ് അർഡിനോ, അതുപോലെ തന്നെ വൈ ഇറ്റ് ഈസ് സോ പോപ്പുലർ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അർഡിനോ എന്താണെന്നും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയറും കോഡിനെ പറ്റിയ ഒരു ധാരണ എന്തായാലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ടോപ്പിക്കായ എന്താണ് അർഡിനോ എന്ന് നമുക്ക് നോക്കാം. അർഡിനോയെ പറ്റി ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് ആദ്യം എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇലക്ട്രോണിക്സ് ഡിവൈസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റഫ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടൂളാണ് അർഡിനോ. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒരു പെൻസിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വരയ്ക്കാനും എഴുതാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേ സെയിം ഐഡിയ ആണ് ഇവിടെ അർഡിനോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് സ്റ്റഫ്സ് അല്ലെങ്കിൽ ഡിവൈസിന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു അർഡിനോ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് ജനറലായിട്ട് ഇലക്ട്രോണിക് സ്റ്റഫ് അല്ലെങ്കിൽ ഡിവൈസിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഇൻപുട്ട്, അതായത് നമുക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ്. പിന്നെയുള്ള ഔട്ട്പുട്ട്, നമ്മളെ റിസൾട്ട് അല്ലെങ്കിൽ നമ്മളെ ആക്ഷൻ എന്താണോ വേണ്ടത് അത് കാണിക്കാനുള്ള ഒരു ഡിവൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻപുട്ടിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ് ഉണ്ട് അർഡിനോയിൽ കണക്ട് ചെയ്യാൻ പറ്റിയത്. അങ്ങനത്തെ സെൻസേഴ്സ് നമുക്ക് ഇൻപുട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇൻപുട്ടിൽ യൂസ് ചെയ്യുന്ന സെൻസേഴ്സ് എന്ന് പറയുന്നത് LDR, ഹ്യൂമിഡിറ്റി സെൻസർ, ടെമ്പറേച്ചർ സെൻസർ, ഫ്ലെക്സ് സെൻസർ, അങ്ങനെ ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരം സെൻസറുകളിൽ നിന്ന് അർഡിനോയ്ക്ക് അതിൻ്റെ വാല്യൂസ് റീഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ഔട്ട്പുട്ടിൽ DC മോട്ടർ, സ്റ്റെപ്പർ മോട്ടർ, സെർവോ മോട്ടർ, LCD, LED, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അർഡിനോയ്ക്ക് ഇൻപുട്ട് റീഡ് ചെയ്യാനും അതുപോലെ തന്നെ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എസെൻഷ്യലായിട്ട് അറിയേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന് അർഡിനോ ബോർഡ്, രണ്ടാമത്തെ അർഡിനോ IDE, മൂന്നാമത്തത് അർഡിനോ കോഡ്. അർഡിനോ ബോർഡ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ കമ്പോണൻ്റ് ആണ്. ബേസിക്കലി ഒരു മൈക്രോ കൺട്രോളറും പിന്നെ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഇലക്ട്രോണിക് സ്റ്റഫ്, അതായത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ക്രിസ്റ്റൽ അതുപോലെയുള്ള ഡിവൈസുകളെല്ലാം ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിൽ ഫിക്സ് ചെയ്ത് വരുന്ന ഒരു ബോർഡിനെയാണ് അർഡിനോ ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള അർഡിനോ ബോർഡ്സ്. ഇതെല്ലാം അർഡിനോ ബോർഡ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള ബോർഡ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് അർഡിനോ യുനോ എന്ന് പറയുന്ന ഒരു ബോർഡാണ്. നിങ്ങൾക്ക് എല്ലാ ബോർഡിലും കോമൺ ആയിട്ട് ഒരു സംഭവം കാണാൻ സാധിക്കും, അതായത് ഒരു മൈക്രോ കൺട്രോളർ. എല്ലാ ബോർഡിലും ഒരു മൈക്രോ കൺട്രോളർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മിനി കമ്പ്യൂട്ടറാണ്. അപ്പോൾ നിങ്ങൾ ഒരു അർഡിനോയെ പറ്റി പഠിക്കുകയാണെങ്കിൽ ബേസിക്കലി നിങ്ങളൊരു മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യാനാണ് പഠിക്കുന്നത്. അർഡിനോ എന്നത് ഒരു ഹാർഡ്വെയറിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇതിനൊരു സോഫ്റ്റ്വെയർ സെക്ഷനും കൂടിയുണ്ട്. അതിനായി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അർഡിനോ IDE എന്ന ഒരു സോഫ്റ്റ്വെയർ. IDE എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് അർഡിനോ ബോർഡ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നത്. ഈ അർഡിനോ IDE എന്ന സോഫ്റ്റ്വെയർ ബേസിക്കലി ഒരു ടെക്സ്റ്റ് എഡിറ്റർ പോലെയാണുള്ളത്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. ഏതൊരാൾക്കും ഇത് വളരെയധികം എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മുടെ അർഡിനോ IDEയിൽ എഴുതുന്ന കോഡാണ് നമ്മുടെ അർഡിനോ കോഡ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി സ്കെച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്കെച്ച് നമ്മുടെ അർഡിനോ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അർഡിനോ IDE യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ അർഡിനോ IDEയിൽ യൂസ് ചെയ്യുന്ന കോഡ് ബേസിക്കലി Cയും C++ഉം ആയിട്ടുള്ള കോഡാണ്. അപ്പോൾ എന്താണ് അർഡിനോ? അർഡിനോ എന്ന് പറയുന്നത് ബേസിക്കലി 3 കാര്യങ്ങളാണ്. ആദ്യത്തെ ഒരു ഫിസിക്കൽ ഹാർഡ്വെയർ ആണ്, അതിലൊരു മൈക്രോ കൺട്രോളർ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തത് ഒരു അർഡിനോ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്, അതായത് അർഡിനോ IDE. അതുപോലെ മൂന്നാമത്തെ കാര്യം, അതായത് അർഡിനോ പ്രോഗ്രാം, സ്കെച്ച് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളും കൂടെ ചേരുന്നതാണ് അർഡിനോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അർഡിനോ എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി ഒരു അർഡിനോ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്കൊരു ഇൻപുട്ട് ഉണ്ടായിരിക്കും, അതുപോലെ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ടും ഉണ്ടായിരിക്കും, അതുപോലെ ഇതിൻ്റെ ഇടയിൽ ഒരു ലോജിക്കും ഉണ്ടായിരിക്കും. ഇതാണ് ബേസിക്കലി ഒരു അർഡിനോ ആപ്ലിക്കേഷൻ്റെ സ്ട്രക്ചർ. ഒരു എക്സാമ്പിൾ എടുത്താൽ നിങ്ങളുടെ അടുത്ത് ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. ഇതിൻ്റെ റീഡിംഗ് ഒരു ത്രെഷോൾഡ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ ഒരു കൂളിംഗ് ഫാൻ ഓൺ ആക്കണം. അതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. അതായത് നിങ്ങൾക്കൊരു ഇൻപുട്ട് ഉണ്ട്, നിങ്ങളുടെ ലോജിക്ക് മൈക്രോ കൺട്രോളറിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ടാണ്
ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം, അതായത് എന്തുകൊണ്ടാണ് ആർഡിനോ ഇത്രയധികം പോപ്പുലർ ആവാൻ കാരണം. ഒരു ആർഡിനോ ബോർഡിലെ കീ കമ്പോണന്റ് ആണ് അതിൻ്റെ മൈക്രോ കൺട്രോളർ. കമ്പാരിറ്റീവ്ലി മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഒരു മൈക്രോ കൺട്രോളർ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡാറ്റ ഷീറ്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഡോക്യുമെൻ്റ് അതിനെപ്പറ്റി നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷേ ആർഡിനോയുടെ ക്രിയേറ്റേഴ്സ് മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത് വളരെയധികം ഈസി ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ഇവർക്കെല്ലാം മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യാൻ വളരെയധികം എളുപ്പമായിരിക്കുന്നു. അതുപോലെ ഇത് ഏതൊരു സാധാരണക്കാരനും വളരെയധികം എളുപ്പത്തിൽ യൂസ് ചെയ്യാവുന്നതുമാണ്. ഒരു ആർഡിനോ യൂസ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് സൈഡിലോ വളരെയധികം നോളജിൻ്റെ ആവശ്യമില്ല. എങ്ങനെയാണ് അവർ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത് വളരെ ഈസി ആക്കിയത്? നമുക്ക് ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകാം. ആർഡിനോ ഹാർഡ്വെയർ. ഈ ബോർഡ് ഉണ്ടാക്കിയത് തന്നെ വളരെ ഈസിയായി യൂസ് ചെയ്യാനാണ്. ഈ ബോർഡിൽ തന്നെ ഒരു USB ഉപയോഗിച്ച് മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതുപോലെ ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഇതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഹോൾസിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ ഹെഡേഴ്സ് എന്നാണ് വിളിക്കുന്നത്. പിന്നെയുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു എക്സ്റ്റേണൽ പവർ പോർട്ട് ഉണ്ട്. ഇതിൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ബാറ്ററിയോ അല്ലെങ്കിൽ വേറെ പവർ സപ്ലൈ യൂസ് ചെയ്ത് ആർഡിനോ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. ആർഡിനോ IDE ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ വളരെയധികം ഈസി ആയിട്ട് യൂസ് ചെയ്യാനാണ്. ഒരുപാട് IDEകൾ ഈ ലോകത്തുണ്ട്. എന്നാൽ ആർഡിനോ IDE വളരെയധികം സ്പെഷ്യൽ ആക്കുന്നത് അതിന്റെ സിംപ്ലിസിറ്റി കൊണ്ടാണ്. ഈ ആർഡിനോ IDEയിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം കമ്പൈൽ ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ബട്ടൺസ് ഉണ്ട്. അതുപോലെ വേറെ എക്സ്ട്രാ ബട്ടൺസ് ഉണ്ട് സേവ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും. ആർഡിനോ കോഡിൽ ഇൻപുട്ട് റീഡ് ചെയ്യാനും അതുപോലെ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യാനും ഫങ്ഷൻസ് ഉണ്ട്. നിങ്ങളൊരു മൈക്രോ കൺട്രോളറിൽ ഡയറക്റ്റായി പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിരന്തരമായി യൂസർ മാനുവൽ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആർഡിനോ ലാംഗ്വേജിൽ വളരെയധികം സിംപ്ലിസിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കാരണം സിമ്പിൾ പ്രോഗ്രാം ഫങ്ഷൻസ് ആണ്. അതുപോലെ ഒരുപാട് ആർഡിനോ കോഡ് ലൈബ്രറീസ് ഉണ്ട്. ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ലൈബ്രറി ഉപയോഗിച്ച് നിങ്ങൾക്ക് സെൻസേഴ്സുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയ 3 കാര്യങ്ങൾ വളരെ ഈസിയും സിമ്പിളുമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആർഡിനോ ഹാർഡ്വെയറിന്റെ കാര്യത്തിലാണെങ്കിലും ഇത് വളരെ ഈസി ടു യൂസ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ആർഡിനോ IDEയും വളരെയധികം സിമ്പിൾ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. അതുപോലെ തന്നെ ആർഡിനോ കോഡും വളരെയധികം സിമ്പിൾ ആണ്. ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ആർഡിനോ വളരെയധികം പോപ്പുലർ ആവാൻ ഒരു കാരണം. പിന്നെയുള്ള മറ്റു കാരണങ്ങൾ, ഒന്ന്, ഇത് ഒരുപാട് ആൾക്കാരുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആർഡിനോ ഒരു ഓപ്പൺ സോഴ്സ് ഹാർഡ്വെയർ കൂടിയാണ്. അതായത് ആർഡിനോ എന്നൊരു കമ്പനി ആർഡിനോ IDE സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആർഡിനോ ബോർഡ്സ് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ വേറെ കമ്പനികളും ആർഡിനോ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ബോർഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബോർഡുകളും ആർഡിനോ IDE യൂസ് ചെയ്ത് പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെയുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് റീസൺ എന്തെന്ന് വെച്ചാൽ ആർഡിനോ ബോർഡുകളെല്ലാം വളരെയധികം ചീപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള ഒരു കാരണം കൂടിയാകുന്നു. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.